സംഘവും ബോട്ടിൽ ഇന്ത്യൻ ഓഷൻ ചുറ്റിക്കറങ്ങി നടക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഒരു ഐലൻഡ് കാണുകയും ആ ഐലൻഡിലേക്ക് പ്രവേശിക്കാൻ നോക്കുകയും ചെയ്യുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു ഹെലികോപ്റ്റർ അവരുടെ മുകളിൽ കൂടെ പ്രത്യക്ഷപ്പെട്ട് ആ ഐലൻഡിലേക്ക് പ്രവേശനമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. അതിൽ നിന്ന് വന്ന ആളുകൾക്ക് ദിയ ഒരു പേപ്പർ വായിച്ച ശേഷം തൻ്റെ പേര് സമ്പത്താണെന്നും താനും കൂട്ടുകാരും ഈ ഐലൻഡ് ചുറ്റിക്കാണാൻ കൂടെ വരാമെന്നും പ്രൊട്ടക്ഷനാണെന്നും പറഞ്ഞ് അവരുടെ കൂടെ പടുകൂറ്റൻ മരങ്ങളുടെ ഇടയിൽ കൂടെ അവർ നീങ്ങുമ്പോൾ ദിയ സ്വയം പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഞാൻ ഒരു എക്സ്പ്ലോററാണ്, ഇന്ത്യൻ ഓഷൻ കാണാൻ വന്ന എക്സ്പ്ലോററാണെന്ന് പറയുന്നു. പടുകൂറ്റൻ മരങ്ങൾക്കിടയിലൂടെ നീങ്ങുമ്പോൾ സമ്പത്ത് പറയുന്നു, ഇവിടെ അതിപുരാതനമായ മാമോത്ത് മുതൽ ഡൈനോസർ വരെ DNA-യിൽ നിന്നും എല്ലാം പുനഃസൃഷ്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ കെയർഫുള്ളായിട്ട് വേണം ഓരോന്നും ശ്രദ്ധിച്ച് കാണാൻ. ആദ്യം നമ്മൾ കാണാൻ പോകുന്നത് മാമോത്താണെന്ന് പറയുന്നു. പെട്ടെന്ന് മാമോത്തിൻ്റെ കൂട് പ്രത്യക്ഷപ്പെടുന്നു. ആ മാമോത്തിൻ്റെ കൂടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് സമ്പത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ഇവ 4 മില്യൺ വർഷം മുൻപ് ഭൂമിയിൽ കടന്നു വന്നതാണ്. എന്നാൽ 4000 വർഷം മുൻപാണ് ഇവ ഒടുവിൽ കാണപ്പെട്ടത്. തണുപ്പുള്ള കാലാവസ്ഥയിലൂടെ ആയിരുന്നു ഇവയുടെ യാത്ര. എന്നാൽ പുല്ലും ചെടികളും മാത്രം ഭക്ഷിച്ച നിഷ്കളങ്ക ജീവി. അടുത്ത കൂടെത്തുന്നു. സ്മൈലിഡോൺ എന്ന് പറയുന്ന പുലിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 2.5 മില്യൺ വർഷം പഴക്കം. 10,000 വർഷം മുൻപാണ് ഇത് ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായത്. തിളങ്ങുന്ന 2 മീറ്റർ നീളമുള്ള പല്ലുകൾ കത്തി പോലെ കടിക്കും. 1.2 മീറ്റർ ഉയരവും ട്രൈസെറാടോപ്സ് എന്ന് പറയുന്ന ആ മൃഗത്തെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. 68 മില്യൺ വർഷം പഴക്കം. ആനയുടെ ഇരട്ടി ഭാരം, 12 ടൺ. 3 കൊമ്പുള്ള ഈ കുതിരമുഖനായ ഭീമൻ 2 നില കെട്ടിടം പോലെ ഉയരമുണ്ട്. എന്നാൽ അതിൻ്റെ ഭക്ഷണമോ പച്ചിലിയും കുറ്റിച്ചെടികളും ഒക്കെയാണ്. വീണ്ടും മറ്റൊരു ഉള്ളി മാമോത്തിൻ്റെ കൂടെത്തുന്നു. സമ്പത്ത് ദിയയോട് പറയുന്നു, ഇത് 2 നില കെട്ടിടവും 6 ടൺ ഭാരവുമാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. മനോഹരമായി ചില്ലിട്ട കൂടെ അതിൽ ജലം മോസോസോറസ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. 82 മുതൽ 65 മില്യൺ വർഷം വരെ കടലിൻ്റെ വീരൻ. 15 മീറ്റർ നീളവും 15 ടൺ ഭാരം. അവ ഭക്ഷിക്കുന്ന ജലജീവികളും മറ്റു ജീവികളെയുമാണ്.